നമസ്കാരം. റെയിൻടെക്കിന്റെ റീറ്റെയിൽ ഡാഡി എന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറിലെ ഏറ്റവും നൂതനമായിട്ട് വന്നിട്ടുള്ള 7 സാങ്കേതിക വിദ്യകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2 സെയിൽ പാനൽ. അതായത് സാധാരണ റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറെല്ലാം ഒരു സെയിൽ പാനൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 സെയിൽ പാനലാണ് റീറ്റെയിൽ ഡാഡി എന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഉള്ളത്. എന്തിനാണ് ഈ 2 സെയിൽ പാനൽ എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്ക് ആദ്യമായി പഴയ സെയിൽ പാനൽ ഒന്ന് കണ്ടുകളയാം. ഇത് സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെയിൽ പാനലാണ്. ഇത് നമ്മളിങ്ങനെ എടുക്കുക, നമുക്ക് പ്രോഡക്റ്റുകൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, നമ്മളിങ്ങനെ രണ്ടാമത് സെർച്ച് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. നമ്മളിവിടെ ക്യാഷ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഇവിടെ ക്യാഷിൽ കുത്തുന്നു. നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് എല്ലാം കാണാൻ സാധിക്കും. യെസ് അടിക്കുന്നു, ഡയറക്റ്റ്ലി ബില്ല് പ്രിന്റ് ആകുന്നു. ഇങ്ങനെയുണ്ടോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻവോയ്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് സാധാരണ എല്ലാ റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഉള്ള ഒരു ടെക്നോളജിയാണ്. എന്നാൽ നമ്മൾ ഇതിന് ഉപരിയായിട്ട് ഒരു സെയിൽ പാനൽ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സാധിക്കും ഇതിന് തൊട്ടിപ്പുറത്തായിട്ട് ഈ ഒരു സെയിൽ പാനൽ എടുക്കുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് ഇതുപോലെ പ്രൊഡക്റ്റുകൾ ഇമേജസ് ത്രൂ കാണാൻ സാധിക്കും. അപ്പോൾ ചില പ്രൊഡക്റ്റുകളുടെ ഓൾറെഡി ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസ് കണ്ടില്ലേ? വെജിറ്റബിൾസ് നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റുകൾ അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പുറത്തേക്ക് ആഡ് ടു കാർട്ടിലേക്ക് വരും. നമുക്കൊരു കൈ കൊണ്ടാണെങ്കിലും ടച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അതുപോലെ ഫോർ എക്സാമ്പിൾ മിൽക്ക് പ്രൊഡക്റ്റ് ആണെങ്കിൽ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കുള്ള ഗ്രോസറി ഒക്കെ ആണെങ്കിൽ ഏതൊക്കെ ഗ്രോസറിയാണ് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന പേ ബട്ടൺ കണ്ട് ഇവിടെ ഒരു ബട്ടൺ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്യാഷിൽ ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് പ്രിന്റ് അടിക്കും. കണ്ടില്ലേ? യെസ് കൊടുക്കുക, എൻ്റർ അടിക്കുക. കണ്ടില്ലേ? ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റായി. ഈ ഒരു സിസ്റ്റമാണ്. ഇതിനകത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെയിം ബിൽ ടെംപ്ലേറ്റ് തന്നെയാണ് ഇതിനകത്ത് രണ്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് പ്രിന്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് ഈ 2 സെയിൽ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചെറിയ ഷോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെർച്ച് ചെയ്തെടുക്കാനും ബാർകോഡൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ കണ്ടോ ഇത് കേടാണെന്നും അല്ലെങ്കിൽ ഇത് ഓയിലാണെന്നും അതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് അമൂലിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ആണെന്നും ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഗ്രോസറി എന്നെടുത്ത് ഷോർട്ടർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കൂട്ടിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടും. കണ്ടോ? ഇതിലെല്ലാ പ്രൊഡക്റ്റുകളും എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ അതല്ലാതെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബട്ടൺ ബി എന്ന് പറഞ്ഞ ബട്ടണിൽ കണ്ടോ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ 1-2 പ്രൊഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നു, പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, ക്യാഷിൽ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബില്ല് ഇവിടെ പ്രിവ്യൂ ചെയ്യാം. നമുക്കിത് പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റും ആകുന്നതാണ്. അപ്പോൾ ഇത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള രീതിയിൽ തന്നെ സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിലുള്ള രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് ഈ ഒരു 2ാമത്തെ സെയിൽ പാനൽ. ഇനി ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഗ്രോസറി അങ്ങനെയുള്ളൊക്കെയുള്ള കണ്ടുമാനം കാറ്റഗറീസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാറ്റഗറി ഇപ്പോൾ ചില ആൾക്കാർക്ക് 100-200 കാറ്റഗറീസ് ഉള്ളവരുണ്ട്. ഇപ്പോൾ ഗ്രോസറി, ഹോം അപ്ലയൻസസ്, മിൽക്ക്, സോഫ്റ്റ് ഡ്രിങ്ക്, ടുബാക്കോ, വെജിറ്റബിൾസ്, ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ഫ്രോസൺ ഫ്രൂട്ട്സ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള നമ്മൾ ഇപ്പോൾ കാറ്റഗറിനകത്ത് ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാൻ സമയമെടുക്കും, താഴത്തേക്ക് മാറ്റാൻ സമയമെടുക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഷോർട്ട് ബട്ടൺ ഇട്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ കൂട്ടിയുള്ളതാണെങ്കിൽ കൂട്ടി ഒന്നുമില്ല. അപ്പോൾ ബി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ബി കൂട്ടി ഉണ്ടാവും. ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം വരും. ബേക്കറി, ബിവറേജസ്, ബോഡി കെയർ. അപ്പോൾ ബേക്കറിയിൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, ബിവറേജസിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ നോക്കി കാണാൻ സാധിക്കും ഈ ഒരു ചില പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ ഇമേജ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ വെജിറ്റബിൾസിനൊക്കെ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രോസറിക്കും ഇമേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള ഈ പറഞ്ഞ മാതിരി ബേക്കറി, ബിവറേജസ് ഇതിനൊന്നും പിക്ചറുകൾ വന്നിട്ടില്ല. ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഒരു സാങ്കേതികതയുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി. എന്താണത്? അതായത് AI ടെക്നോളജി ഉപയോഗിച്ച് എല്ലാ പ്രൊഡക്റ്റുകളുടെ ഇമേജസ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോഫ്റ്റ്വെയറിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പേരിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജുകൾ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ഇമേജ് ഗാലറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിനകത്ത് സേവ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഓൺലൈൻ സോഫ്റ്റ്വെയർ അല്ല. ഓൺലൈൻ സോഫ്റ്റ്വെയറാണ് നമുക്ക് ഇത്രയ്ക്ക് സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമേജുകളെല്ലാം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേക്കറി, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ബീവറേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളായിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇമേജസ് നമുക്ക് അപ്ലോഡ് ചെയ്യണം AI ടെക്നോളജി ഉപയോഗിച്ച്. എങ്ങനെയാണത്? അതിന് വളരെ നിസ്സാരമാണ്. യൂട്ടിലിറ്റീസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. യൂട്ടിലിറ്റീസിൽ പോവുക, നേരെ ഇവിടെ വരിക, താഴത്ത്
പ്രൊഡക്റ്റ് കാറ്റലോഗ് കം ഇമേജ് അപ്ഡേറ്റ്. ഇവിടെ യൂട്ടിലിറ്റീസ് ക്ലിക്ക് ചെയ്യുക, പ്രൊഡക്റ്റ് കാറ്റലോഗ് കം ഇമേജ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ ഈ ഒരു പേജിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ സബ് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുത്തു ഞാനിവിടെ. അപ്പോൾ ഞാനിവിടെ ബീവറേജസിൻ്റെ ആദ്യത്തെ 2 സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ബീവറേജസിൻ്റെ ഫുൾ ലിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞു, കണ്ടില്ലേ, ബീവറേജസ്. അപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ. ഈ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, എല്ലാ പ്രോഡക്റ്റും ടിക്ക് ചെയ്തു. ഇവിടെ എല്ലാ പ്രോഡക്റ്റും ടിക്കായി, കണ്ടില്ലേ. ഞാനിനി അടുത്തൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് AI ടൂൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയാണ്. ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക്കലി ഗൂഗിളിൽ റിലവൻ്റ് ആയിട്ടുള്ള ഇമേജ് സെർച്ച് ചെയ്ത് പർട്ടിക്കുലർ ഇമേജ് ഇതിനകത്ത് കൊണ്ട് സേവ് ചെയ്തു. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് ഇമേജ് നമുക്ക് രണ്ടാമത് മാനുവലായിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം. ഇനി പക്ഷേ ഇത് എക്സാക്ട്ലി ആക്യുറേറ്റ് ആയിട്ടാണ് കൊണ്ട് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഉജാല 500 ml ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും 100 ml പിക്ചർ കൊണ്ട് വയ്ക്കത്തില്ല, 500 ml പിക്ചർ കൊണ്ട് വയ്ക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉജാല വാഷിംഗ് പൗഡർ എക്സാമ്പിൾ 500 ഗ്രാം കിട്ടും, അത് ഒരിക്കലും 1 കിലോയുടെ പിക്ചർ സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനകത്ത് സേവ് ചെയ്യത്തില്ല. കറക്റ്റ് ആ 500 ഗ്രാമത്തിന് തന്നെ പിക്ചർ കൊണ്ടിടും. ഗൂഗിളിലുള്ള ഇമേജുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് സെയിൽ പാനലൊന്ന് പോവാം, ന്യൂ സെയിൽ പാനൽ. ഇനി നമുക്ക് ഈ പറഞ്ഞ ബീവറേജസ് വന്നിട്ടുണ്ടോ എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക, കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പ്രൊഡക്റ്റുകളുടെയും ഇമേജസ് വളരെ ഈസി ആയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു, അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. എത്ര സിമ്പിൾ ആണെന്ന് നോക്കിയേ. ഇനി ഈ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് തൊട്ട് നോക്കിയേ, വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടില്ലേ, കണ്ടോ. ഇപ്പോൾ ഈ ടോട്ടൽ എമൗണ്ടുകളൊക്കെ നമുക്ക് ഇട സൈഡിൽ കാണാൻ പറ്റും. ടോട്ടൽ എമൗണ്ടുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, 22 രൂപ എന്നുള്ളത്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പേ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തു, ഈ ക്യാഷ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തു, ഒരു എൻ്റർ അടിച്ചു, കഴിഞ്ഞു, ബില്ലായി. വളരെ ഈസി ആയിട്ട് സാധാരണക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി. ഇതിൻ്റെ ഏറ്റവും മികച്ച ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റമർ കെയർ സർവീസ് തന്നെയാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ സർവീസ് റീറ്റെയിൽ ഡാഡി സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു ഓപ്ഷനാണ് ഇത്. സാധാരണഗതിയിൽ നമുക്ക് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാണ്ട് സെയിൽ ചെയ്യണം എങ്ങനെയാണ്. ഇപ്പോൾ കണ്ടതെല്ലാം പ്രോഡക്റ്റുകൾ നമ്മൾ മുമ്പേ കൂട്ടി എക്സൽ ഷീറ്റ് വഴി ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് മാനുവലായിട്ട് അപ്ലോഡ് ചെയ്യുകയോ ചെയ്ത പ്രോഡക്റ്റുകളാണ്. ചില സമയങ്ങളിൽ നമുക്ക് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ സമയമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് സെയിൽ ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെയിൽ പാനലിൽ പോകാം. നമുക്ക് സെയിൽ പാനൽ POS അല്ലെങ്കിൽ F1 എന്ന് പറഞ്ഞ നമ്മുടെ ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി, അവിടെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ 1-2 പ്രൊഡക്റ്റുകൾ ഇവിടെ ഇവിടെ നമുക്ക് ഉണ്ടോ, പ്രൊഡക്റ്റ് ഡയറക്റ്റ്, പ്രൊഡക്റ്റ് ഡീസെയിൽ, 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഉണ്ടോ, ഇവിടെ 2 ബട്ടൺ ഉണ്ട്, ഇതൊരു ബട്ടൺ, ഇതൊരു ബട്ടൺ. സാധാരണഗതിയിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ആകുന്നത് നോർമൽ സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു ബട്ടൺ ആയിരിക്കും. അവിടെ നമുക്ക് 1-2 പ്രൊഡക്റ്റുകൾ ഇതുപോലെ ബാർകോഡിൽ സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്ത് ആഡ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ടുകൾ വന്നിരിക്കുന്നത് 23 രൂപയാണ്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ടോട്ടലും ഈ ഒരു പർട്ടിക്കുലറിൻ്റെ ടോട്ടലും. ആ ഒരു 23 രൂപ വിൽക്കുമ്പോൾ നമുക്ക് എത്ര രൂപ മാർജിൻ കിട്ടി എന്നുള്ളത് വളരെ ചെറുതായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതി കാണിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ടോട്ടൽ ബില്ലിൽ എത്ര മാർജിൻ ഉണ്ട് എന്ന്. ഇനി അഥവാ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് സെയിൽ ചെയ്യണം. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗാർമെൻറ്റ്സ് പോലുള്ള ഇൻഡസ്ട്രീസിലാണ്. ചുമ്മാ ടൈപ്പ് ചെയ്ത് സെയിൽ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിൽ എന്നുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, കണ്ടോ. ഈ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സെയിം പാനലിൽ തന്നെ ഒന്ന് വേറൊരു രൂപത്തിലേക്ക് വരും. അപ്പോൾ നമുക്കിവിടെ സെയിൽ ചെയ്യേണ്ട പ്രൊഡക്റ്റുകളുടെ പേര് നമുക്ക് ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാം. സാരി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ അടുത്ത ക്വാണ്ടിറ്റിയുടെ കുളത്തിൽ വന്ന് നിന്നു ഒരു പീസ് എൻ്റർ അടിക്കുക. ഇന്നത്തെ 100 രൂപ എൻ്റർ അടിക്കുക. ഒന്നുകൂടി എൻ്റർ അടിക്കുമ്പോൾ താഴത്തേക്ക് വരും, ആഡ് ടു കാർട്ടിലായി. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കർസർ അവിടെ പോയി നിന്നു. നമുക്ക് ജീൻസ് JENS ജീൻസ് എൻ്റർ അടിക്കുക, 2 പീസ് എൻ്റർ അടിക്കുക, 250 രൂപ എൻ്റർ അടിക്കുക, കണ്ടു. വളരെ സിമ്പിളായിട്ട് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് ഒരു ചുരിദാർ കണ്ടോ, ഡയറക്റ്റായിട്ട് എൻ്റർ അടിക്കുക, 2 പീസ് എൻ്റർ അടിക്കുക. ഇതിനകത്ത് പ്രൈസ് എന്ന് പറഞ്ഞാൽ 300 രൂപ, എൻ്റർ അടിക്കുക. എത്ര നിസ്സാരമായിട്ട് നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റും നോക്കിയേ. അപ്പോൾ നമുക്കിവിടെ 2 കാണിക്കാൻ പറ്റും. 1200 രൂപയാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത് ടൈപ്പ് ചെയ്ത് അടിച്ച ബില്ലിൻ്റെ ടോട്ടലും. ആദ്യം നമ്മൾ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ വിറ്റത് 230 രൂപയ്ക്ക് വേണം. അപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്നത് 1223 രൂപയാണ്, 2 കൂടി ടോട്ടൽ. നമ്മളിത് ബില്ലടിക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. നമുക്കൊന്ന് ക്യാഷ് ബട്ടണിൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഇവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മൗസ് കൊണ്ട്. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ ബില്ല് വരും. ഈ ബില്ല് എന്താ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇത് എസ്റ്റിമേറ്റ് എന്നുള്ള ഒരു ഫോമിലാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാരി ആദ്യം ടൈപ്പ് ചെയ്ത് 1 പീസ് 100 രൂപ വെച്ച് ഉണ്ടോ, ജീൻസ് 2 പീസ് 250 രൂപ വെച്ച് 500 രൂപയായി, ചുരിദാർ 2 പീസ് വെച്ച് 300 രൂപ വെച്ച് 600 രൂപയായി, ടോട്ടൽ 1200 രൂപയായി, കണ്ടില്ലേ. വളരെ നിഷ്പ്രയാസമായിട്ട് നമുക്ക് ഇതുപോലെ എസ്റ്റിമേറ്റ് ബില്ല് നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് പ്രിൻ്റ് ആവും. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തൊരു പോപ്പ് വരും, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ബാർകോഡ് വെച്ച് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ബില്ല് വരും. അതായത് നമ്മൾ ആദ്യം ചെയ്ത ബില്ലിൻ്റെ ബില്ല്.
അതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത ഡാലും ഇതുണ്ട്. ഈ രണ്ട് ഐറ്റംസാണ് 23 രൂപ 50 പൈസ. ടോട്ടൽ എമൗണ്ട് നമുക്ക് കൂടെ കാണാൻ സാധിക്കും. കേട്ടോ, ഇത് നമുക്ക് ഇതുപോലെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ബില്ലടിക്കാൻ സാധിക്കും. അപ്പോൾ ഒറ്റ സെയിൽ പാനലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് 2 ബില്ല് ഓടിക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു സാങ്കേതിക വിദ്യ. സാധാരണ ഒരു സോഫ്റ്റ്വെയറിനകത്തും ഇതുപോലത്തെ ഉള്ള ടെക്നോളജി ഉണ്ടാവില്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് സെയിൽ റിട്ടേൺ ഓപ്ഷൻ. സെയിൽ റിട്ടേൺ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1-2 പ്രോഡക്റ്റ് ഇവിടെ സെയിൽ ചെയ്യുകയാണ്. നോർമൽ സെയിൽ പാനലിൽ തന്നെ എടുത്ത് നമ്മൾ 1-2 പ്രോഡക്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 4 പ്രോഡക്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. 23 ഒരു പ്രോഡക്റ്റ് കൂടി ആഡ് ചെയ്യാം. യെസ്. അപ്പോൾ 30 രൂപ 50 പൈസയാണ് ഇതിൻ്റെ ടോട്ടൽ ബില്ല് എമൗണ്ട്. ഞാനിതങ്ങനെ ബില്ല് ചെയ്യുകയാണ്. ക്യാഷ് അടിച്ചു, ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു. ഇത് നമുക്ക് 30 രൂപ 50 പൈസ എന്ന് ബില്ല് വന്നു. അപ്പോൾ ഈ ബില്ലിൻ്റെ ടോട്ടൽ ഇവിടെ കാണാൻ, ബിൽ ഇൻവോയ്സ് നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ എമൗണ്ട് ഇവിടെ നമുക്ക് താഴത്ത് കാണാൻ സാധിക്കും. ഞാൻ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇൻവോയ്സ് നമ്പർ ഇവിടെ കാണാൻ സാധിക്കും, ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കസ്റ്റമർ ഇന്ന് ബില്ലടിച്ചു, സാധനങ്ങൾ കൊണ്ടുപോയി, കസ്റ്റമർ കൊണ്ടുപോയി. 2 ദിവസം കഴിയുമ്പോൾ കസ്റ്റമർ തിരിച്ചു വന്നു. ഞാൻ പുള്ളി പറയുകയാണ്, എനിക്ക് 1-2 ഐറ്റം വേണ്ട, ഈ ഒരു ഐറ്റം വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം വേണ്ട. ഡിപ്പെൻസ്, അവർക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെയിൽ റിട്ടേൺ അടിയാം. എങ്ങനെയാണത്? അതിന് വളരെ സിമ്പിളാണ്. ട്രാൻസാക്ഷനിൽ പോവുക. ഇവിടെ സെയിൽ റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇവിടെ ഈ ഒരു നീല കളർ, ഒരു പച്ച കളറിലെ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. സർ കേട്ടോ, പച്ച കളറിലെ ബട്ടൺ. ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഇൻവോയ്സും ഇവിടെ വരും ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി സപ്പോസ് നമുക്ക് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സെർച്ച് ബൈ ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ആ ഇൻവോയ്സ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ഫിൽട്ടർ ആവും. അപ്പോൾ നമ്മൾ ആ ഇൻവോയ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ 4 ഐറ്റം ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഐറ്റംസാണ് റിട്ടേൺ ചെയ്യേണ്ടത് ആ ഐറ്റത്തിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കേണ്ട ഏതൊക്കെ ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഇവിടെ വന്നു. അപ്പോൾ ഈ ഐറ്റം റിട്ടേൺ ചെയ്യണം. ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് 1 ഇട്ട് കൊടുക്കുക. ഒരെണ്ണം അല്ലേ നമ്മൾ റിട്ടേൺ ചെയ്യണം. ഒരെണ്ണം ആഡ് കൊടുത്തു. രണ്ടാമത് ഈ ഒരു ഐറ്റം റിട്ടേൺ ചെയ്യണം. 1 കൊടുത്തു, ആഡ് ചെയ്തു. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 23 രൂപയാണ് കേട്ടോ. 23 രൂപ 98 രൂപ പുള്ളി റിട്ടേൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു നമ്പർ ഒന്ന് ആ ബില്ലിൽ എഴുതി കൊടുത്തു വിട്ടേക്കുക. ഈ ഒരു നമ്പർ കണ്ടില്ല, ഈ ഒരു നമ്പർ ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ബില്ലിൽ എഴുതി കൊടുത്തു വിടുകയോ ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് താഴത്ത് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇത് സേവ് ചെയ്യാം. സക്സസ്ഫുള്ളി സേവ്ഡ്. അതിനുശേഷം നമുക്ക് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ കസ്റ്റമർ അകത്തേക്ക് പോയി, നമ്മുടെ ഷോപ്പിനകത്തേക്ക് പോയി 8-10 പ്രോഡക്റ്റുകൾ വീണ്ടും സെലക്ട് ചെയ്തു. അതിൻ്റെ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് രണ്ടാമത് നമ്മൾ ബില്ലടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റിട്ടേൺ ചെയ്ത പൈസ ഓട്ടോമാറ്റിക്കായിട്ട് മൈനസ് ആകണം. അതെങ്ങനെയാണെന്നുള്ള നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു, ആഡ് കൊടുക്കുന്നു. ഇവിടെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നു. അതിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരു 10 പൈസ ഇട്ടിട്ട് ആഡ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. വീണ്ടും ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നു. വേണ്ട 200 രൂപ കേട്ടോ, സോറി. നമ്മൾ ഇപ്പോൾ 202 രൂപ ആയിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് 202 രൂപ ആയിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ സെയിൽ റിട്ടേൺ ഉണ്ട്, അത് കുറയ്ക്കണം. അതെങ്ങനെയാണ് കുറയ്ക്കേണ്ടത്? അതിന് വളരെ സിമ്പിളാണ്. വളരെ ഈ ഒരു പോർഷനിൽ ഇവിടെ കൊണ്ടുപോയി നമ്മൾ ആ നമ്പർ അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എമൗണ്ട് ഇവിടെ ക്യാച്ചപ്പ് ആകും. ഇത് നമ്മൾ ആടെന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എഴുതി കാണിക്കും അയാൾ ഇനി എത്ര രൂപ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. ഞാൻ ഈ ആടെന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി അയാൾ 178 രൂപ 2 പൈസ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ടോട്ടൽ ബില്ലിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 202 രൂപയായിരുന്നു. പക്ഷേ പുള്ളി അത്ര പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സെയിൽ റിട്ടേൺ ഉള്ളതുകൊണ്ട്. നേരെ എന്ത് ചെയ്യുക? ഈ ക്യാഷ് ബട്ടൺ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ അടിക്കുക. ഇതല്ലേ, ഇവിടെ നമുക്ക് എഴുതി കാണിക്കാം. നമ്മളൊന്ന് സൂം ചെയ്യാം. 200%. ഇവിടെ സെയിൽ റിട്ടേൺ എമൗണ്ട് ഇവിടെ എഴുതി കാണിച്ചു. 23 രൂപ 92 പൈസ സെയിൽ റിട്ടേൺ ഉണ്ട്. കണ്ടില്ലേ? അപ്പം നമുക്ക് ടോട്ടൽ ബില്ല് എമൗണ്ട് 202 രൂപയായിരുന്നു. പക്ഷേ അദ്ദേഹം പേയ്മെൻറ്റ് ചെയ്യേണ്ട 178 രൂപ 2 പൈസ മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ കൃത്യമായിട്ടും വളരെ ആക്യുറേറ്റ് ആയിട്ടും ബില്ല് ചെയ്യാനുള്ള ഒരു സാങ്കേതികവിദ്യയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ളത്. ഇത് സാധാരണക്കാർക്കും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ ഇത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് AnyDesk അല്ലെങ്കിൽ ടീം വ്യൂവർ കണക്ട് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഇതിൻ്റെ ഫുൾ ട്രെയിനിങ് തരും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്ത് തരും. ഇതെല്ലാം ഓൺലൈനിൽ കൂടിയാണ് നമ്മൾ ചെയ്തു തരുന്നത്. വളരെ ജെന്യൂനായിട്ട് ഓൺലൈനിൽ കൂടി ഹെൽപ്പ് ചെയ്ത് തരും. അതുകൂടാതെ നമുക്ക് ജെന്യൂനായിട്ട് സർവീസ് തരാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് പ്രൈമറി സർവീസ് ടീമുണ്ട്. അതിൻ്റെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 പേര് അടങ്ങുന്ന ഒരു സംഘമാണ് ഇത്. അത് സോഫ്റ്റ്വെയർ വാങ്ങുന്ന 10 ദിവസത്തേക്ക് സ്പൂൺ ഫീഡ് സർവീസിന് ഉള്ള ഒരു ടീമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ വാങ്ങുന്ന സമയത്ത് കൂടുതൽ ഡൗട്ട്സുകളുണ്ടാകും, സംശയങ്ങളുണ്ടാകും. തീർക്കാനായിട്ട് സ്പൂൺ ഫീഡ് സർവീസിൻ്റെ ആവശ്യമുണ്ട്. അവരിൽ തന്നെ QAQC ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അവർ നിങ്ങളെ തിരിച്ചു വിളിക്കും. നിങ്ങൾ ഓരോ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തിരിച്ചു വിളിക്കും. നിങ്ങൾ ഇഷ്യൂ ക്ലിയർ ആയോ, നിങ്ങൾക്ക് സർവീസ് പ്രോപ്പറായിട്ട് കിട്ടിയോ എന്നുള്ള വിവരങ്ങളൊക്കെ തിരിച്ചു ചോദിക്കും. അത് കൂടാതെ തന്നെ നമുക്ക് ജനറൽ സർവീസ് ടീമുണ്ട്. 10-60 പേരടങ്ങുന്ന ഒരു വലിയ സംഘമുണ്ട്. അവർ അതിനകത്ത് 4 പേര് ഫോൺ എടുക്കാൻ വേണ്ടി മാത്രമുണ്ട്. ഈ ആദ്യത്തെ 10 ദിവസത്തിന് ശേഷം സർവീസ് കൊടുക്കുന്ന ഈ ജനറൽ സർവീസ് ടീമാണ്. അപ്പോൾ അവരും ഡെഡിക്കേറ്റഡ് ആയിട്ട് സർവീസ് ചെയ്യും. പ്ലസ്
അവരുടെ കൂട്ടത്തിൽ തന്നെ ഡിസൈനേഴ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ബില്ലിൽ ഒരു മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബാർകോഡിൽ ഒരു മാറ്റം വരുത്തണം, അതിൻ്റെ ടെംപ്ലേറ്റിൽ ഡിസൈൻ ചേഞ്ച് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, ഡേറ്റാബേസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. എല്ലാവരും അടങ്ങുന്ന ഒരൊറ്റ അണ്ടർ വൺ നമ്പറിലെ ഒരൊറ്റ റൂഫിൽ ഒൺലി POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് റെയിൻടെക് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് എന്നാണ് ഇതിൻ്റെ പുതിയ പേര്, പബ്ലിക് ലിമിറ്റഡ് ഫേമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ. വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള അവാർഡ് വിന്നർ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ പ്ലസ് അതിൻ്റെ ട്രെയിനിങ്, അതിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്തിനും വിളിക്കാം. 8078311945 അല്ലെങ്കിൽ 8606093110 ഈ 2 നമ്പറിനും വിളിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ഇവിടുന്ന് കിട്ടുന്നതാണ്. പ്ലസ് ഇതിൻ്റെ ഹാർഡ്വെയറുകൾ, അതായത് ഇതിൻ്റെ പ്രിൻ്റർ, ഇതിൻ്റെ ബാർകോഡ് സ്കാനറുകൾ, തെർമൽ പ്രിൻ്ററുകൾ, അതിൻ്റെ പേപ്പർ റോളുകൾ, സ്റ്റിക്കർ റോളുകൾ, അങ്ങനെ അനവധിയായിട്ടുള്ള ആക്സസറീസും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് ഒരൊറ്റ അംബ്രല്ലയിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള POS ഡിവൈസസുകളെല്ലാം ഇവിടെ തന്നെ കിട്ടും. അതുകൂടാതെ തന്നെ വെയിങ് മെഷീനും അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. നമുക്ക് ആവശ്യമുള്ള POSൻ്റെ എല്ലാ സഹായത്തിനും എല്ലാ ഹെൽപ്പിനും റെവല്യൂഷണറി ആയിട്ടുള്ള ടെക്നോളജികൾക്കും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡിന്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.